പുരുഷോത്തമപുരത്തിൽ സകല സൽഗുണങ്ങളും നിറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് വളരെ വിഷ്ണുഭക്തിയുള്ളവനായിരുന്നു. ഒരു ദിവസം രാജാവ് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഗന്നാഥസ്വാമിയുടെ പൂജകൻ പൂജ കഴിഞ്ഞ് ഭഗവത് പ്രസാദമായിരിക്കുന്ന മാല കൊണ്ടുവന്നു. രാജാവിന് കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നു. അപ്പോൾ രാജാവ് ചതുരംഗത്തിൽ ആസക്തനായിരുന്നതുകൊണ്ട് മാല വാങ്ങുവാൻ ഇടത്തെ കൈ നീട്ടിക്കാണിച്ചു. അപ്പോൾ പൂജകൻ മാല കൊടുക്കാതെ മിണ്ടാതെ നിന്നു. ഈ രാജാവ് ഐശ്വര്യത്തമനായിട്ടല്ലേ ഭഗവത് പ്രസാദത്തിന് ഇടത്തെ കൈ കാണിച്ചത്? അതുകൊണ്ട് ഞാൻ മാല കൊടുക്കില്ല എന്ന് നിശ്ചയിച്ച് പൂജകൻ മടങ്ങിപ്പോയി. പൂജകൻ പോയപ്പോൾ രാജാവ് താൻ ചെയ്ത അപരാധം കൊണ്ടാണ് പൂജകൻ പോയതെന്നറിഞ്ഞ് വളരെ പശ്ചാത്തലത്തോടുകൂടി ചിന്താപരവശനായി. ചതുരംഗ കരുക്കളെ എല്ലാം വലിച്ചെറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തന്നെത്താൻ നിന്ദിച്ചുകൊണ്ട് ഒട്ടും സുഖമില്ലാതെ ഇരുന്നു. വളരെയെല്ലാം ആലോചിച്ചതിന് ശേഷം ജഗന്നാഥസ്വാമിയുടെ പ്രസാദം വാങ്ങാതെ അപമാനിച്ചതിന് തൻ്റെ വലത്തെ കൈ മുറിക്കുന്നതാണ് തക്കതായ ശിക്ഷയെന്ന് നിശ്ചയിച്ചു. അതിനൊരു ഉപായം ആലോചിച്ച് താൻ മഹാവ്യസനമുള്ളവനെ പോലെ ഭാവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാജാവിന് അതിപ്രിയനായ മന്ത്രി രാജാവിനോട് വളരെ ഗോപ്യമായി ചോദിച്ചു, മഹാരാജൻ, ഭവാന് വലിയൊരു വ്യസനമുണ്ടെന്ന് തോന്നുന്നു. അതെന്താണ്? അത് ഭവാന്റെ ദേഹത്തെ വളരെ ക്ഷീണിപ്പിക്കുന്നുവല്ലോ. ആ വ്യസനം ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് തീർക്കുവാൻ ഉപായമുണ്ടാക്കാം. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, എന്നെ എപ്പോഴും ഒരു പിശാച് വന്ന് ഭയപ്പെടുത്തുന്നു. രാത്രിയിൽ അധികമായി ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കവുമില്ല. ഈ ചിന്ത കൊണ്ട് മനസ്സിന് സുഖവുമില്ലാതെ ഇരിക്കുന്നു. നീ ഇന്ന് ഞാൻ കിടക്കുന്ന മുറിയിൽ ഒളിച്ചിരിക്കണം. എന്നാൽ ഞാൻ എൻ്റെ കഷ്ടാവസ്ഥ കാണിച്ചു തരാം. ഇത് കേട്ട് മന്ത്രി രാജാവ് കിടക്കുന്നതിൻ്റെ സമീപത്തിൽ ഒളിച്ചിരുന്നു. പിശാച് വന്നാൽ വെട്ടിക്കൊല്ലുവാൻ വേണ്ടി ഒരു വാളും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ മന്ത്രി കുറച്ചുറങ്ങിപ്പോയി. അപ്പോൾ രാജാവ് പതുക്കെ എണീറ്റ് താൻ കിടക്കുന്നത് പോലെ ഒരു തലയിണ കിടക്കയിൽ വസ്ത്രം കൊണ്ട് മൂടിവെച്ചു. പുറത്തു വന്ന കിളിവാതിലിൽ കയറി വലത്തെ കയ്യിൽ ഒരു വടിയും പിടിച്ചുകൊണ്ട് രാജാവ് കിടക്കുന്ന കിടക്കയിൽ അടിക്കുവാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി ഉണർന്ന് തൻ്റെ വാളുകൊണ്ട് ആ കൈ മുറിച്ചു കളഞ്ഞു. കൈ മുറിഞ്ഞപ്പോൾ രാജാവ് അകത്തേക്ക് വന്നു. കൈ മുറിഞ്ഞ ചോരയോടുകൂടി രാജാവിനെ കണ്ടപ്പോൾ മന്ത്രി ഒന്നും പറയുവാൻ കഴിയാതെ ഭയം കൊണ്ട് വിറച്ചു നിന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒട്ടും ഭയപ്പെടേണ്ട. നിനക്ക് യാതൊരു അപരാധവുമില്ല. എൻ്റെ വലത്തെ കൈ മുറിക്കുവാൻ വേണ്ടി ഞാൻ ഈ വ്യാജം പ്രവർത്തിച്ചതാണ്. ജഗന്നാഥസ്വാമിയുടെ പ്രസാദം കൊണ്ടുവന്നപ്പോൾ വാങ്ങാത്ത കുറ്റത്തിനാലാണ് ഈ കൈയിനെ ശിക്ഷിച്ചത്. നീ അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. നീ എൻ്റെ പ്രിയനാണ് എന്ന് പറഞ്ഞ രാജാവും മന്ത്രിയും കിടന്നുറങ്ങി. അപ്പോൾ കൃപാനിധിയായ ജഗന്നാഥസ്വാമി തൻ്റെ പൂജകനോട് സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ പ്രസാദം കൊണ്ടുപോയപ്പോൾ രാജാവ് ക്രീഡാസക്തനായതുകൊണ്ട് ഇടത്തെ കൈ കാണിച്ചതാണ്. അതുകൊണ്ട് പിന്നെ രാജാവ് പശ്ചാത്താപത്തോടുകൂടി എൻ്റെ പ്രസാദത്തെ അപമാനിച്ച കുറ്റത്തിന് തൻ്റെ വലത്തെ കൈ മുറിച്ചു കളഞ്ഞു. എന്നാൽ അവൻ എനിക്ക് അതിപ്രിയനാണ്. അതിനാൽ നീ നാളെ എൻ്റെ പ്രസാദം കൊണ്ടുപോയി അവന് കൊടുക്കണം. അപ്പോൾ അവന് വലത്തെ കൈ ഉണ്ടാകും. മുറിഞ്ഞു കിടക്കുന്ന കൈ കൊണ്ടുവന്ന് എൻ്റെ പുഷ്പോദ്യാനത്തിൽ നടണം. എന്നാൽ അത് ദമനൻ എന്നു പേരായ ഒരു വൃക്ഷമായി തീരും. അതെനിക്ക് അതിപ്രിയമായും ഭവിക്കും. ഇങ്ങനെ സ്വപ്നം കണ്ട പൂജകൻ രാവിലെ എഴുന്നേറ്റ് പൂജ കഴിഞ്ഞ് പ്രസാദവും കൊണ്ട് രാജഗൃഹത്തിലേക്ക് പോയി. രാജാവ് എഴുന്നേറ്റ് പൂജകനെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിന്നു. പൂജകൻ തൻ്റെ സ്വപ്നവൃത്താന്തമെല്ലാം പറഞ്ഞ് മാല കൊടുക്കുവാൻ ഭാവിച്ചു. അപ്പോൾ രാജാവ് അതിഭക്തിയോടെ മാല വാങ്ങുവാൻ കൈ നീട്ടിയപ്പോൾ മുറിച്ച കൈ മുമ്പത്തെ പോലെ തന്നെ ഉണ്ടായി വന്നു. അതുകൊണ്ട് മാല വാങ്ങി. ജനങ്ങൾ ഈ അത്യാശ്ചര്യത്തെ കണ്ടിട്ട് രാജാവിൻ്റെ ഭക്തിയെ പ്രശംസിച്ചു. പൂജകൻ രാജാവിൻ്റെ മുറിഞ്ഞ കൈ കൊണ്ടുപോയി ഉദ്യാനത്തിൽ നട്ടു. അത് കുറച്ച് ദിവസം കൊണ്ട് മരമായി പുഷ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പുഷ്പം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയും ചെയ്തു. ഇപ്പോഴും ശ്രീ ജഗന്നാഥസ്വാമി ഭക്തന്മാർക്ക് അഭീഷ്ടത്തെ കൊടുത്തു വരുന്നു. അതുകൊണ്ട് ഭഗവത് പ്രസാദത്തിന് ഭക്തിക്ക് തുല്യമായി വേറെ യാതൊന്നുമില്ല. ഇങ്ങനെ അറിഞ്ഞ് എല്ലാവരും ഭഗവാനിൽ ഭക്തിയെ വളർത്തുവിൻ. ഈ ഭക്തി മഹാത്മ്യത്തെ കേൾക്കുന്നവർക്കും ഭക്തി ലഭിക്കും, സംശയമില്ല.